മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രായമായ മാതാപിതാക്കൾക്ക് മക്കൾ പലപ്പോഴും ഭാരമാകാറുണ്ട്. അതൊരു പരിധിവരെ മക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കൾ ഒരു ശല്യമായും ഭാരമായും അധികപ്പറ്റായും തോന്നുന്ന അനുഭവം. എന്നാൽ ഇവിടെ ഒരു കുടുംബം, ഇന്ന് പരിചയപ്പെടുന്ന കുടുംബം, മക്കൾക്ക് അമ്മ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു കുടുംബമാണ്. രോഗിയായിരിക്കുന്ന അമ്മ, ആ അമ്മ ഇന്ന് അവർക്ക് ഒരിക്കലും മരിക്കല്ലേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ സാന്നിധ്യം അവർക്ക് വലിയൊരു ശക്തിയാണ്. കാല് മുറിച്ച് എല്ലാറ്റിനും മക്കളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്ന അമ്മ എത്ര സന്തോഷവതിയാണ് അമ്മ. താമരശ്ശേരി രൂപതയിൽപ്പെട്ട കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ ഏരിമറ്റത്തിൽ കുടുംബമാണ്. റോസമ്മ 85 വയസ്സുള്ള അമ്മ. ജീവിത പങ്കാളി ജോസഫ് 20 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെങ്കിലും ഇന്ന് ആ മക്കൾക്ക് അവരെ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയായി ഈ അമ്മ നിലകൊള്ളുകയാണ്. ഈ അമ്മയുടെ സാന്നിധ്യം അവർക്ക് വലിയ സന്തോഷം നൽകുന്ന അനുഭവമാണ്. അതുപോലെ തന്നെ ഈ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഇടപെടലുകളും കരുതലും സ്നേഹവും അമ്മയ്ക്ക് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് എപ്പോഴും പുഞ്ചിരിക്കുന്ന ചിരിക്കുന്ന അമ്മ ഈ കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. അമ്മ ഒരു മകനെ, ഈ അപ്പനും അമ്മയും വളർത്തിയ, വിശ്വാസത്തിൽ വളർത്തിയ, കൂട്ടായ്മയിലും സ്നേഹത്തിലും വളർത്തിയ, മാതൃകാപരമായ ജീവിതം നയിച്ച ഈ മാതാപിതാക്കളുടെ 4 മക്കളിൽ ഒരാൾ സെബാസ്റ്റ്യൻ അച്ഛൻ സലേഷ്യൻ സഭയിലെ വലിയൊരു മിഷണറിയായി ആസാമിൽ ശുശ്രൂഷ ചെയ്യുന്നു. 4 മക്കളിൽ 2 ആൺമക്കളും 2 പെൺമക്കളും, എല്ലാവരും സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുന്ന അനുഭവം. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് ഏരിമറ്റത്തിൽ റോസമ്മ ജോസഫിന്റെ ഭവനം. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് തോമസ് ചർച്ച് കൂരാച്ചുണ്ടാണ് ഇവരുടെ ഇടവക ദേവാലയം. ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. ജീവന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. ജീവന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ
അമ്മേ നീ എന്നഭയമല്ലോ. മാതൃസ്നേഹത്തിന്റെ വിലയറിഞ്ഞ മക്കൾ. മക്കൾക്കും അമ്മയെക്കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. എൻ്റെ പേര് ജോസ് ഏരിമറ്റത്തിൽ. ചാച്ചൻ്റെ പേര് ജോസഫ് AD ജോസഫ് ഏരിമറ്റത്തിൽ. അമ്മച്ചിയുടെ പേര് റോസമ്മ ജോസഫ്. അവരുടെ 4 മക്കളിൽ 4ാമനാണ് ഞാൻ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആസാമിൽ സലേഷൻ ഓഫ് ഡോൺ ബോസ്കോയിൽ വർക്ക് ചെയ്യുകയാണ്, മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരും. പിന്നെ അതിൻ്റെ താഴെ 2 സഹോദരിമാർ, അവർ ചെക്കിട്ടപാറയാണ് വിവാഹം കഴിച്ച് അയച്ചേക്കുന്നത്. അവരും മക്കൾ ഒരു മൂത്ത പെങ്ങൾക്ക് 2 മക്കൾ, നേരെ അതിൻ്റെ താഴെയുള്ള പെങ്ങൾക്കും 2 മക്കൾ. 2 മക്കളും വിദേശങ്ങളിലാണ്. ഒരു പെങ്ങളും അളിയനും കാനഡയിലാണുള്ളത് മകളുടെ കൂട്ടത്തിൽ. പിന്നെ 4ാമത്തതാണ് ഞാൻ. എൻ്റെ ഭാര്യയാണ് ഇത് ജെല്ലി എന്ന് വിളിക്കും. പശുക്കടവ് ഇല്ലിക്കൽ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൾ സോണിയ, ഇളയ മകൻ സിൻഡോ ജോസ്. ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ അതിന് അവധിക്ക് വന്നപ്പോഴാണ് അമ്മയ്ക്ക് അസുഖം തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ അമ്മയുടെ വലതുകാല് മുറിച്ചതിന് ശേഷം പിന്നെ ജോലിക്ക് പോകാതെ അമ്മേനെ ശുശ്രൂഷിക്കാനായിട്ട് വീട്ടിലാണുള്ളത്. ബാത്റൂമിലും മറ്റു കാര്യങ്ങളൊക്കെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടുപോകണം. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. പിന്നെ അപ്പൻ്റെ വിശ്വാസ ജീവിതം വളരെ അടിയുറച്ചൊരു വ്യക്തിയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയായിരുന്നു, എനിക്ക് കിടക്കാതെ മരിക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം. ഞാൻ ഒരു നിമിഷം പോലും കിടക്കാതെ എൻ്റെ പിതാവായ ദൈവം എന്നെ കൊണ്ടുപോകുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. അതുപോലെ തന്നെ ആ വിശ്വാസത്തിൽ തന്നെ ചാച്ചൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുറഞ്ഞ പണികളൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പം പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഒരു 11:30 മണിയായപ്പോൾ പിന്നെ ആശുപത്രി കൊണ്ടുപോയി. ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ 3 മണിയായപ്പോൾ എത്തി. 5:30 ആയപ്പോൾ അവിടുന്ന് ദൈവം വിളിച്ചു. പിന്നെ അമ്മച്ചിയെ സംബന്ധിച്ചോളം ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് മക്കൾ 4 പേർക്ക് വേണ്ടിയും ആണ് ജീവിച്ചിരുന്നത്. അമ്മ അതിനുശേഷം ഇപ്പോൾ 4 വർഷമായുള്ളൂ ഇപ്പം അസുഖം തുടങ്ങിയിട്ട്. പിന്നെ കാലിന് ഒരു ചെറിയൊരു മുറിവ് തുടങ്ങിയതായിരുന്നു. അപ്പോൾ അത് പിന്നീട് അത് പഴുത്ത് ആദ്യം വിരൽ നീക്കം ചെയ്തു. അപ്പോൾ പല സ്ഥലങ്ങളിലും പോയി അത് കാല് മുറിക്കണമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും മുറിക്കാതെ തന്നെ ഇത് നിലനിർത്താൻ വേണ്ടി കുറേ പരിശ്രമിച്ചു. പക്ഷേ അത് ലാസ്റ്റ് അത് മുട്ടിനും താഴോട്ടുള്ള രക്തക്കുഴലുകളെല്ലാം ബ്ലോക്കായി രക്തപ്രവാഹമില്ലാതിരുന്നത് കൊണ്ട് അത് മുറിക്കാതെ യാതൊരു നിവൃത്തിയില്ലാന്ന് പറഞ്ഞതുകൊണ്ട് അവസാനം ഇപ്പോൾ മുറിച്ചു. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അപ്പോൾ അതിനുശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ഭാര്യയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ചെറുപ്പത്തിൽ നമ്മളെ അവരെടുത്തുകൊണ്ട് നടന്നു. ഇപ്പോൾ പകരം നമ്മളിപ്പോൾ അവരെ എടുക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ലാതെ സന്തോഷത്തോടു എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. ഞാനിവിടെ 32 വർഷമായി വിവാഹം കഴിച്ച് വന്നിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. ദൈവാനുഗ്രഹമുള്ളൊരു കുടുംബത്തിൽ വന്നു കയറണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടണമെന്ന് ഞാൻ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ സാധിച്ചു. പിന്നെ അമ്മച്ചിക്ക് നല്ല സ്നേഹമാണ്. എപ്പോഴും ഞങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോകുകയല്ല. നല്ല സുഖമായിട്ട് സന്തോഷത്തിലും ജീവിക്കുന്നു. ചാച്ചനാണെങ്കിലും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങൾക്ക് വെള്ളം തരാനുള്ള മോളാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും വലിയ കാര്യമായിട്ടൊക്കെയായിരുന്നു നോക്കിയിരുന്നത്. അമ്മച്ചിയുടെ ഇപ്പോൾ കാല് മുറിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ടും പോകാറില്ല, ഒരു പരിപാടിക്കും പോകാറില്ല. അമ്മച്ചീനെ ശുശ്രൂഷിച്ചുകൊണ്ട് 4 വർഷമായി വീട്ടിൽ തന്നെ ഇരിക്കുന്നു. രാവിലെ ഞാനും ജോസേട്ടനും കൂടെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് വന്ന ഉടനെ അമ്മച്ചീനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അമ്മച്ചിയുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് തുണി അലക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ തുടങ്ങുന്നത്. അമ്മച്ചിയുടെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ചാൽ അമ്മച്ചിക്ക് ദേഷ്യമില്ല. ഇതുവരെ 32 വർഷമായി ഇന്ന് വരെ അമ്മച്ചി എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഭക്ഷണം ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ എന്ത് കൊടുക്കുന്നോ അത് അമ്മച്ചി കഴിക്കുകയുള്ളൂ. ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാറോ ഒന്നുമില്ല. അല്ലാതെ എപ്പോഴും സ്നേഹത്തിൽ തന്നെ കുഴപ്പമില്ല. അതാണ് അമ്മച്ചിയുടെ ദേഷ്യമില്ല. അതാണ് ഏറ്റവും
വലിയ ഗുണം അമ്മച്ചിയുടെ. പിന്നെ മക്കളെല്ലാം ഞങ്ങൾ സ്നേഹത്തിലാണ് കഴിയുന്നത്. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് എല്ലാവരും ഓടി വരും. എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും ഓടി വരികയൊക്കെ ചെയ്യും. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. എൻ്റെ പേര് മേരി. ഇവിടുത്തെ അമ്മച്ചിയുടെ രണ്ടാമത്തെ മകളാണ് ഞാൻ. 4 മക്കളിൽ രണ്ടാമത്തെ ആളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 41 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് 2 മക്കൾ, ഒരു മോനും ഒരു മോളും. മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. അവർക്ക് 2 മക്കൾ, ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും. മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. അവൾക്ക് ഒരു ആൺകൊച്ചു, 2 ആൺമക്കൾ മോൾക്ക്. അവരും ഒമാനിലാണുള്ളത് ഫാമിലിയായിട്ട്. മോനൊക്കെ മുക്കത്താണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. ഞങ്ങളെല്ലാ ആഴ്ചയിലും ഒരു ദിവസം ആഴ്ചയിലൊന്ന് വെച്ച് വരും. പിന്നെ അമ്മച്ചിക്ക് എന്തെങ്കിലും വേറെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അന്നേരം വരും. വേറെ അമ്മച്ചി നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അമ്മച്ചിക്ക് ഇവിടുന്ന് ഒരിടത്തും പോകുന്നത് ഇഷ്ടമില്ല, ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. അമ്മച്ചിക്ക് നേരത്തെ തന്നെ നടക്കുമ്പോഴും അമ്മച്ചിക്ക് അങ്ങനെയായിരുന്നു. മക്കളുടെ അടുത്ത് വന്നാലും ഒരു ദിവസം കൂടെ നിൽക്കുകയില്ല. നേരത്തെ അമ്മച്ചി ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് തിരക്ക് കൂട്ടും. ചാച്ചൻ നല്ല വിശ്വാസമുണ്ട്. എല്ലാ ദിവസവും പള്ളിയിലും പോകുമായിരുന്നു. അതുപോലെ പള്ളിയിൽ പോകാൻ ഞങ്ങളെയും പഠിപ്പിച്ചു. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഇവരും ആങ്ങളെയൊക്കെ അവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാവരും നല്ല വിശ്വാസത്തിലാണ്. ചാച്ചൻ പ്രത്യേകം ചാച്ചനായിരുന്നു കൂടുതൽ വിശ്വാസം അമ്മച്ചിയെക്കാട്ടിലും. എൻ്റെ പേര് മാത്യു, വീട്ടുപേര് ചേലമരത്തിങ്കൽ. ഞങ്ങൾ ഇവിടെ ഞാൻ 41 വർഷം ആയി ഇവിടെ നിന്ന് കല്യാണം കഴിച്ചിട്ട്. ഞങ്ങൾ അതിനുശേഷം എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടി പോവുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് 10 മിനിറ്റ് മതി എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാനും പോകാനും ഒക്കെ. അത്രയും അടുത്താണ് ഞങ്ങൾ താമസം. ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഈ 41 കൊല്ലമായിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പറയുകയും ഏൽപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് സിൻഡോ. ഞാൻ അമ്മച്ചിയുടെ ഇളയ മകൻ്റെ മകനാണ്. ഞാനിപ്പോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വൈഫ് ജിസ്ന ജർമ്മനിയിലാണ്, നേഴ്സാണ്. പോയിട്ട് ഇപ്പോൾ 1 വർഷമായി. അമ്മച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി എപ്പോഴും ഹാപ്പി ആയിട്ടാണ് എപ്പോഴും ഇരിക്കാറ്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്താണ് ഞാനും അമ്മയാണ് സാറിന് പോകുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള റൂമിലുള്ള ആൾക്കാർ വന്ന് പറയും, അമ്മച്ചിയായിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ വീട്ടിൽ എപ്പോഴും അമ്മച്ചീനെ വിസിറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അമ്മയും പപ്പയാണ് ഫുൾ ടൈം അമ്മച്ചിയുടെ കൂടെ ഉണ്ടാകാറുള്ളത്. വീട്ടിൽ വരുന്ന ആൾക്കാരെപ്പോഴും അമ്മച്ചിയുടെ സന്തോഷം കണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് അമ്മച്ചി എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതെന്നുള്ളത്. കുറേയൊക്കെ ഇവർ പപ്പയും അമ്മയും ഫുൾ ടൈം അമ്മച്ചിയുടെ കൂടെ ഉള്ളത് അമ്മച്ചിക്ക് എപ്പോഴും ഒരു സന്തോഷമാണ്. പിന്നെ പപ്പയുടെ പെങ്ങന്മാരും ഒക്കെ ആണെങ്കിൽ അവർ എന്താവശ്യത്തിനും എപ്പോഴാണെങ്കിലും തൊട്ടടുത്ത് തന്നെയാണ്, എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ അമ്മച്ചി എത്ര ഓർമ്മയില്ലാത്ത സമയത്താണെങ്കിലും കറക്റ്റ് 7 മണിയാകുമ്പം കുരിശ് വരയ്ക്കുന്ന കാര്യങ്ങളും എല്ലാം അമ്മച്ചിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ തന്നെ വിചാരിക്കാറുണ്ട് അമ്മച്ചി എങ്ങനെയാണ് കറക്റ്റ് സന്ധ്യയാകുമ്പോൾ കുരിശ് വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കാറുണ്ട്. കറക്റ്റ് 7 മണിക്ക് കുരിശ് വരയ്ക്കണം. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട്, ഇപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പണ്ട് തൊട്ടേ ഞങ്ങളങ്ങനെ ശീലിച്ചു വന്നുകൊണ്ട് നമുക്കും കുരിശുവര എപ്പോഴും ഞങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ അമ്മച്ചിയും ചാച്ചനും പപ്പയും അമ്മയും വഴിയൊക്കെയാണ് ഞങ്ങൾക്ക് അത് പകർന്നു കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് സോണിയ. അമ്മച്ചിയുടെ ഏറ്റവും ഇളയ മകൻ്റെ മകളാണ്. എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് പടത്തകടവിലേക്കാണ്. എനിക്ക് 2 മക്കളാണ്. എപ്പോഴും അമ്മച്ചി, എല്ലാവരും പറയുന്ന പോലെ അമ്മച്ചി എപ്പോഴും ഹാപ്പിയാണ്. ഞങ്ങളും അത് കണ്ട് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. എത്രത്തോളം കഴിയുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അമ്മച്ചിനെ പോലെ ഒന്നും ആലോചിക്കാതെ സന്തോഷമായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ കൃത്യം 7 മണിക്ക് കുരിശ് വരയ്ക്കണം എന്നുള്ളത് ചാച്ചന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു. പിന്നെ കള്ളത്തരം പറയരുത്, പറഞ്ഞ അനുസരിക്കണം, അങ്ങനെ ഒരു കൃത്യനിഷ്ഠതയിലാണ് ചാച്ചൻ ഞങ്ങളെ വളർത്തിയിരുന്നത്. അമ്മച്ചി ആ കൂട്ടത്തിൽ അതുപോലെ തന്നെ.
എപ്പോഴും പറഞ്ഞാൽ അനുസരിക്കണം, കള്ളത്തരം പറയാൻ പാടില്ല. ഇപ്പോഴും ഒരു കള്ളം പറയാൻ പേടിയാണ്. എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. കാരണം ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോഴും പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ആദ്യം പറയും ദൈവാശ്രയം ഇല്ലാത്തത് കൊണ്ടാണ്, പ്രാർത്ഥനയുടെ കുറവാണ്, അങ്ങനെ പറയുള്ളൂ. അപ്പം എപ്പോഴും ഏത് അവസ്ഥയിലാണെങ്കിലും ഈശോന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചാച്ചനും അമ്മച്ചിയും പപ്പയും അമ്മയും ഞങ്ങളെ അതുപോലെ വളർത്തിയത് കൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും ഏത് സാഹചര്യത്തിലാണേലും പറയാൻ പറ്റും. എപ്പോഴും ഈശോന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അതിപ്പം എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ട് എൻ്റെ മക്കളെ അങ്ങനെ അതുപോലെ വളർത്തണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും ഈശോ, അതുകൊണ്ട് ഒരിക്കലും കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഒരിക്കലും ഒന്നിനും കുറവില്ല. ഈ ദൈവാനുഗ്രഹമുള്ള കുടുംബത്തിൽ വന്ന് ജനിച്ചത് കൊണ്ടാണ്, ഇവിടെ ജീവിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഈ നന്മകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. ഈ ഏരിമറ്റത്തിൽ കുടുംബം ഉൾപ്പെടുന്ന ഇടവകയുടെ കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഫൊറോന ഇടവകയുടെ വികാരി ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ ഈ കുടുംബത്തിന്റെ സവിശേഷതകളിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം. കൂരാച്ചുണ്ട് ഇടവകയിലെ ഏരിമറ്റത്തിൽ കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇടവകയിലെ ഒരു മനോഹരമായൊരു കുടുംബമാണ് ഏരിമറ്റത്തിൽ കുടുംബം. ആ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവിടെയുള്ള അമ്മയാണ്. ഞാൻ പല പ്രാവശ്യം ആ വീട്ടിൽ പോയിട്ടുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പോരാൻ തോന്നാത്ത വിധത്തിൽ അത്രമേൽ രസകരമായിട്ട് നമ്മളോട് സംസാരിക്കുകയും നമ്മൾ ഇടപഴകുകയും നമ്മുടെ തമാശകൾക്ക് വലിയ ചിരിയോടുകൂടി പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരമ്മയാണ് അവിടെയുള്ളത്. 20 വർഷം മുമ്പ് ആ അമ്മയുടെ ഭർത്താവ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. അതിനുശേഷം അമ്മ മക്കളുടെ കൂടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ അവശതകൾ ഉണ്ടായപ്പോൾ ഒരു ചെറിയൊരു അംഗഭംഗം അല്ലെങ്കിൽ കാല് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം മനസ്സുകൊണ്ട് തരണം ചെയ്താണ് അമ്മ അവിടെ സന്തോഷത്തോടെ കഴിയുന്നത്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം ആ മക്കളുടെ സാന്നിധ്യമാണ് ആ ഭവനത്തിൽ. ഒരുപക്ഷെ അമ്മയെ അത്ര വളരെ കാര്യമായിട്ട് നോക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും അവർക്ക് സാധ്യതയാകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സ് അവർക്ക് തരുന്നത് ഈശോയുള്ള വലിയ സ്നേഹമാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മകനും മകളുമാണ് അവിടെയുള്ളത്. ജോസേട്ടനും ഭാര്യയും എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ അവർ പങ്കെടുക്കുന്നു. ആ വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്ന ശക്തിയാണ്, ദിവ്യകാരുണ്യ ശക്തിയാണ് അവർക്ക് അവരുടെ അമ്മയെ പൊന്നുപോലെ നോക്കാൻ സാധിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൊച്ചുമക്കളും ആ അമ്മയോട് വലിയ സ്നേഹവും ഇഷ്ടവും എപ്പോഴും പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടവകയിലെ പ്രായമുള്ളവരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രോഗമൊക്കെ ഉള്ളവരെ എങ്ങനെ ശുശ്രൂഷിക്കണം അല്ലെങ്കിൽ എങ്ങനെ അവരോട് പെരുമാറണമെന്ന് കണ്ടുപഠിക്കാവുന്ന ഒരു നല്ല കുടുംബമായിട്ടാണ് ഏരിമറ്റത്തിൽ കുടുംബത്തെ ഞാൻ കാണുന്നത്. അവർക്ക് എല്ലാവിധ ദൈവകൃപകളും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, കുടുംബം ഒരു മനോഹര ഗാനം. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് ഏരിമറ്റത്തിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. തന്ത്രികൾ മീട്ടും സംഗീതം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് മാതാപിതാക്കളാണ് പ്രായമാകുമ്പോൾ. എന്നാൽ എങ്ങനെയായിരിക്കണം മക്കൾ മാതാപിതാക്കളെ കാണേണ്ടത്, എങ്ങനെ അവരോട് പെരുമാറണം എന്നതിൻ്റെ ഒരു നല്ല സന്ദേശം തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം.
അത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ, എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറി കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ്. അങ്ങനെയുള്ളൊരു കുടുംബം, അത് ദൈവകൃപയുടെ നിറസാന്നിധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു സ്വർഗത്തിൻ്റെ അനുഭവം ഈ ഏരുമറ്റത്തിൽ കുടുംബം, അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ അമ്മയാണ്. ഈ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ കാണുന്ന സന്തോഷം എല്ലാ മക്കളിലും പേരക്കുട്ടികളിലും നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞിനെ കണ്ടാൽ എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കും ഒരു കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോൾ എല്ലാം മറക്കും. അതുപോലെ ഇവിടെ ഈ അമ്മ എപ്പോഴും സന്തോഷവതിയാണ്, ചിരിക്കുന്ന മുഖം. ഈ അമ്മയെ കാണാൻ തന്നെ ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട്. കാരണം ഒത്തിരി പേരുടെ ഉള്ളിലെ ടെൻഷൻ മാറും അമ്മയോട് കൂടെ കുറച്ച് സമയം ഇരുന്നാൽ. പക്ഷെ ഈ അമ്മ നിങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലാകും, ഒരു കാലേ ഉള്ളൂ, ഒരു കാലം മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലാണ് അതിൻ്റെ താക്കോല്. അമ്മ ജീവിതത്തെ നോക്കിക്കാണുന്ന വിധം അതുപോലെയാണ്. ഒരു മനുഷ്യൻ്റെയും കുറ്റം പറയാത്തയാൾ, എല്ലാവരിലും നന്മ കാണുന്നയാൾ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നയാൾ, പരിഭവ പരാതിയോ കൂടാതെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന അമ്മ. ഈ അമ്മയുടെ ജീവിതം മുഴുവൻ വിശ്വാസത്തിനനുസരിച്ചൊരു ജീവിതമായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചെങ്കിലും പിന്നെ ഈ മക്കൾക്ക് വേണ്ടിയുള്ള തനിച്ചുള്ള ജീവിതമായിരുന്നു. ഉരുകിത്തീരുന്ന അനുഭവം, സ്നേഹം കൊടുത്ത് മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്നതിൻ്റെയാണ് ഇന്ന് മക്കളും ഈ പേരക്കുട്ടികളും. ഈ അമ്മയെ കയ്യിലെടുത്തുകൊണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും കക്കൂസി കൊണ്ടുപോകുന്നതും ഒക്കെ ഈ അമ്മയോടുള്ള കരുതൽ സ്നേഹവുമാണ്. ഒരു കുഞ്ഞിനെ കരുതുന്നത് പോലെ ഈ മക്കൾ ഇന്ന് അമ്മയെ കരുതുന്നു. ഈ അമ്മയ്ക്കും ഈ കുടുംബത്തിലെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന സ്വർഗതുല്യമായ ഒരു ഭവനത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.